എല്ലാവർക്കും നമസ്കാരം. ഇമോഷണൽ ആന റേഷണൽ പാപ്പാൻ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന് ഞാൻ കൊടുത്തിട്ടുള്ള പേര്. മോറൽ സൈക്കോളജിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. എന്താണ് മൊറാലിറ്റി എന്നുള്ളതും എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ളതും എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളതും നമ്മളൊക്കെ എങ്ങനെയാണ് മോറൽ ക്രീച്ചേഴ്സ് ആവുന്നത് എന്നുള്ളതും അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ ഒരു ടോക്കിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ വിഷയം ഇതാണല്ലോ, വേർ ഡസ് ഇറ്റ് കം ഫ്രം, എവിടെ നിന്നാണ് മൊറാലിറ്റി വരുന്നത്. അപ്പോൾ 3 പേരാണ് അതിന് ഉത്തരം പറയാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒന്ന് നേറ്റീവിസ്റ്റുകൾ. നേറ്റീവിസ്റ്റുകൾ എന്ന് വെച്ചാൽ എല്ലാം ഇന്നേറ്റ് ആണ്, സഹജമായിട്ടുണ്ടാകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ പറയാൻ എന്താണെന്ന് വെച്ചാൽ മൊറാലിറ്റി എന്ന് പറയുന്നതും നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ളതാണ്, സഹജമായിട്ടുള്ളതാണ്. നമ്മളുടെ സഹജ ഗുണമാണ് ധാർമ്മികത എന്നുള്ളത്. അവർ പറയും പൂവിന് സുഗന്ധം എന്നുള്ളത് പോലെ അല്ലെങ്കിൽ തേനിന് മാധുര്യം എന്നുള്ളത് പോലെ നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സംഭവമാണ് മൊറാലിറ്റി എന്നുള്ളതാണ് ആദ്യത്തെ കൂട്ടരുടെ വാദം. അവരാണ് നേറ്റീവിസ്റ്റുകൾ. രണ്ടാമത്തെ കൂട്ടരാണ് എംപിരിസിസ്റ്റുകൾ. അവരെന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ലേണിങ്ങിലൂടെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളുടെ വീട്ടിലുള്ളവർ, നമ്മളുടെ ചുറ്റുപാടുള്ളവർ, സമൂഹം നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഈ മൊറാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മൊറാലിറ്റി പഠിച്ചെടുക്കുന്നത്. അതാണ് രണ്ടാമത്തെ കൂട്ടരുടെ വാദം. അവരാണ് എംപിരിസിസ്റ്റുകൾ. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവരാണ് റേഷണലിസ്റ്റുകൾ, അതായത് യുക്തിവാദികൾ. ഇവർ യുക്തിനെ ആരാധിക്കുന്ന ആളുകളാണ്. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തി ഏന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭ്യമല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ നിന്നാണ്. അപ്പോൾ ധാർമ്മികതയുടെ കാര്യം അങ്ങനെ തന്നെയാണ് ഇവരുടെ സങ്കല്പത്തിൽ. ഞാൻ ഇപ്പോഴത്തെ യുക്തിവാദികളുടെ കാര്യമല്ല പറയുന്നത്, ഒരു 30-40 വർഷം മുമ്പുള്ള യുക്തിവാദികളുടെ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് കുട്ടികളെ പിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിരുത്തുക, എന്നിട്ട് 2 ഗ്ലാസ് എടുക്കുക, അതിനകത്ത് തുല്യ അളവിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക, ഇതിനകത്ത് വെള്ളം ഈക്വൽ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അതെ പറയും. ഇനി നിങ്ങൾ അതിനകത്ത് 1 ഗ്ലാസ്സിലെ വെള്ളം ഒരു നേരത്തെ ട്യൂബിനകത്ത് നിറയ്ക്കുക, നീളൻ ട്യൂബിനകത്ത്. ഇത്രയും വെള്ളം തന്നെ ഒരു ട്യൂബിനകത്ത് നിറയ്ക്കുക. എന്നിട്ട് ഈ നീളൻ ട്യൂബും മറ്റേ ഗ്ലാസ്സും നിങ്ങളെടുത്ത് കാണിച്ചു കൊടുക്കുക പിള്ളേർക്ക്. എന്നിട്ട് ഇതിനകത്ത് വെള്ളം സെയിം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാം അല്ലല്ല, മറ്റേ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 6 വയസ്സിൽ 7 വയസ്സിനും താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ പറയും ആ നീളത്തിലുള്ള ട്യൂബിനകത്താണ് വെള്ളം കൂടുതലെന്ന് പറയും. അവർക്ക് ഈ കൺസർവേഷൻ ഓഫ് വോളിയം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. നിങ്ങളത് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ല, അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. പക്ഷെ അതിനുള്ള പ്രായമാവുന്ന സമയത്ത് അവരുടെ യുക്തി ഉപയോഗിച്ചിട്ട് അവരത് സ്വയം കണ്ടുപിടിക്കും, തിരിച്ചറിയും എന്നുള്ളതാണ് യുക്തിവാദികളുടെ വാദം. അതേ രീതിയിൽ തന്നെ മൊറാലിറ്റിയും. ഇപ്പോൾ അവരാരെങ്കിലും വേദനിപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നവർ യുക്തിപൂർവ്വം ചിന്തിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ വേറൊരാളെ ദ്രോഹിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് മോശപ്പെട്ട കാര്യമാണ് എന്നുള്ള ഒരു ധാരണ അവരങ്ങനെ പഠിച്ചെടുക്കുന്നു. അവരെ സ്വയം നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അത് പറഞ്ഞു വരുന്നത് മൊറാലിറ്റി എന്ന് പറയുന്നത് ഇന്നേറ്റും അല്ല, എന്നാൽ ചൈൽഡ്ഹുഡ് ലേണിങ്ങിലൂടെ വരുന്നതുമല്ല, സ്വയം അവർ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. എന്തുപയോഗിച്ച്? യുക്തി ഉപയോഗിച്ച്. ഇതാണ് മൂന്നാമത്തെ കൂട്ടരുടെ വാദം. ഇപ്പോഴത്തെ യുക്തിവാദികൾ അങ്ങനെ വാദിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പണ്ടത്തെ യുക്തിവാദികൾ അങ്ങനെ വാദിച്ചിരുന്നു എന്നാണ്. ഇപ്പോഴും അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 കൂട്ടര്. നേറ്റീവിസ്റ്റുകൾ, അവർ വാദിക്കുന്നു മൊറാലിറ്റി ഇന്നേറ്റ് ആണെന്നുള്ളത്. എംപിരിസിസ്റ്റുകൾ, അവർ പറയുന്നു ചൈൽഡ്ഹുഡ് ലേണിങ്ങിലൂടെയാണ് മൊറാലിറ്റി വരുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ കൂട്ടരാണ് റേഷണലിസ്റ്റുകൾ, അവർ പറയുന്നത് മനുഷ്യൻ യുക്തി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ് മൊറാലിറ്റി എന്നുള്ളത്. ഇവരിൽ ആര് പറയുന്നതായിരിക്കും ശരി? നേറ്റീവിസ്റ്റുകൾ പറയുന്നതായിരിക്കുമോ, അതോ എംപിരിസിസ്റ്റുകൾ പറയുന്നതായിരിക്കുമോ, അതോ റേഷണലിസ്റ്റുകൾ പറയുന്നതായിരിക്കുമോ? ഇനി ഒരു പക്ഷേ ഇവർ 3 പേരും പറയുന്നത് തെറ്റായിരിക്കും. നമ്മുടെ മോറൽ റീസണിങ് വർക്ക് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും മെക്കാനിസം വഴിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കുമോ ഇതിന് വിശദീകരണം വരുന്നത്? നമുക്കൊരു കഥയിലേക്ക് കിടക്കാം, കാരണം കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കൊല്ലവർഷം 1786. ഫ്രാൻസിൽ അമേരിക്കൻ മിനിസ്റ്ററായി വർക്ക് ചെയ്യുകയാണ് മിസ്റ്റർ തോമസ് ജെഫേഴ്സൺ. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് അത് സംഭവിക്കുന്നത്. അതുതന്നെ പ്രേമം. മരിയ കോസ്വേ, അതാണ് അവരുടെ പേര്. അവരൊരു ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു മ്യൂച്വൽ ഫണ്ട് വഴിയാണ് കോസ്വയെ കുറിച്ച് തോമസ് ജെഫേഴ്സൺ അറിയുന്നത്.
പാരീസിൻ്റെ തെരുവീഥികളിലൂടെ അവരിരുവരും തോളോട് തോൾ ചേർന്ന് നടന്നു. ആ മഹാനഗരത്തിൻ്റെ സൗന്ദര്യം അവരിരുവരും ഒത്തുചേർന്ന് ആസ്വദിച്ചു. തൻ്റെ ഈവനിങ് മീറ്റിങ്ങുകൾ ക്യാൻസൽ ചെയ്യാൻ കല്ല് വെച്ച നുണകളുമായി തൻ്റെ ദൂതരെ അയച്ചിരുന്നു തോമസ് ജെഫേഴ്സൺ. കാരണം അത്രയും സമയം കൂടെ തൻ്റെ പ്രിയതമയോടൊത്ത് ചെലവഴിക്കാമല്ലോ. മരിയ കോസ്വേ വിവാഹിതയായിരുന്നു. അതൊരു ഓപ്പൺ മാരേജ് ആയിരുന്നിരിക്കാനാണ് സാധ്യത. എന്നിരുന്നാലും തോമസ് ജെഫേഴ്സണും മരിയ കോസ്വയും തമ്മിലുള്ള ചുറ്റിക്കളി അത് ഏത് ലെവൽ വരെ പോയി എന്നുള്ളതിനെ കുറിച്ച് ചരിത്രകാരന്മാർക്ക് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും അവസാനം എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ മരിയ കോസ്വേയുടെ ഹസ്ബൻഡ് അവരെ ബ്രിട്ടനിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഇതറിയുന്ന തോമസ് ജെഫേഴ്സന്റെ ഹൃദയം നുറുങ്ങുന്നു. പോകാൻ നേരത്തേക്ക് ജെഫേഴ്സൺ മരിയ കോസ്വേക്ക് ഒരു കത്ത് കൊടുത്തയക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് പ്രണയത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കത്ത് കൊടുത്തയക്കുമ്പോൾ അതിനകത്തൊരു അനൗചിത്യം ഉണ്ടല്ലോ. അപ്പോൾ അതും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അതൊരു പോസ്റ്റ് മോഡേൺ രീതിയിലാണ് എഴുതുന്നത്. പോസ്റ്റ് മോഡേൺ രീതിയിൽ എന്ന് പറയുമ്പോൾ വായിക്കുന്നവർക്ക് ഇതെന്തോ വലിയ സംഭവം തോന്നും. പക്ഷെ അർത്ഥം മനസ്സിലാക്കി വരുന്ന സമയത്ത് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അനിവാര്യമായും അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സൗഹൃദം അത് പിന്തുടരുന്നതിൻ്റെ പേരിൽ തൻ്റെ മസ്തിഷ്കവും ഹൃദയവും തമ്മിൽ നടക്കുന്ന ഒരു ആശയ സംവാദം, ആ ഒരു രീതിയിലാണ് ജെഫേഴ്സൺ ഈ ഒരു കത്ത് എഴുതുന്നത്. മസ്തിഷ്കം എന്ന് പറയുന്നത് യുക്തിയുടെ കേന്ദ്രമാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ. അതുപോലെ ഹൃദയം എന്ന് പറയുന്നത് വികാരങ്ങളുടെ കേന്ദ്രമാണെന്നു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ഡയലോഗിനെ നോക്കിക്കാണാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനിവാര്യമായും അവസാനിക്കും എന്നുറപ്പുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനെ പിന്തുടരേണ്ടി വന്നതിൻ്റെ പേരിൽ വല്ലാത്തൊരു അവസ്ഥയിൽ വിട്ടിരിക്കുകയാണ് തോമസ് ജെഫേഴ്സൺ. അപ്പോൾ ഈ തോമസ് ജെഫേഴ്സൻ്റെ മസ്തിഷ്കം അപ്പം അതിന് കാരണക്കാരനായിട്ടുള്ള ഹൃദയത്തിന് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മസ്തിഷ്കം പറയാണ് ഹൃദയത്തിൻ്റെ അടുത്ത്, എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് എ മാറ്റർ ഓഫ് കാൽക്കുലേഷൻ. അഡ്വാൻസ് ദെൻ വിത്ത് കോഷൻ the balance in your hand. Put into one scale the pleasures which any object may offer, but put fairly into the other the pains which are to follow, and see which preponderates. ഭൂമിക്കകത്ത് ഉള്ള എല്ലാ സംഭവങ്ങളും ഓരോ കാൽക്കുലേഷൻ്റെ ബേസിൽ വരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്ന സമയത്ത് ആ തീരുമാനം അതിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്ലഷേഴ്സ് അത് ഒരു സൈഡിൽ നിങ്ങൾ അളവെടുക്കണം. എന്നിട്ട് മറ്റേ സൈഡിനകത്ത് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പെയിൻ അതും അളവെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും തൂക്കി നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഹൃദയം മസ്തിഷ്കം ഹൃദയത്തിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഹൃദയം ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഹൃദയം പ്രതികരിക്കുകയാണ്. When nature assigned us the same habitation, she gave us over it a divided empire. To you she allotted the field of science, to me that of morals. When the circle is to be squared, or the orbit of a comet to be traced, when the arch of greatest strength or the solid of least resistance is to be investigated, take up the problem. It is yours. Nature has given me no cognizance of it. In like manner, in denying to you the feelings of sympathy, of benevolence, of gratitude, of justice, of love, of friendship, she has excluded you from their control. To this, she has adapted the mechanism of the heart. Morals were too essential to the happiness of man to be risked on the uncertain combinations of the head. She laid their foundation, therefore, in sentiment, not in science. ശാസ്ത്ര വിഷയങ്ങളിൽ തീരുമാനം എടുക്കുന്ന സമയത്ത് മാത്രം മസ്തിഷ്കം ഇടപെട്ടാൽ മതി. ധാർമ്മിക വിഷയത്തിൽ, അതായത് മനുഷ്യരെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ തീരുമാനം എടുത്തോളാം എന്ന് ഹൃദയം മസ്തിഷ്കത്തിനോട് പറയുകയാണ്. ഇങ്ങനെയാണ് ആ ഒരു സ്റ്റോറി പോകുന്നത്. പണ്ട് പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട്, റീസൺ ഈസ് ദ മാസ്റ്റർ ഓഫ് പാഷൻസ്. അതുപോലെ ഡേവിഡ് ഹ്യൂം പറഞ്ഞിട്ടുണ്ട്, റീസൺ ഈസ് ആൻഡ് ought to be the servant of the passions. ഇപ്പോൾ ജെഫേഴ്സൺ പറയുന്നു റീസൺ, പാഷൻ, അത് രണ്ടും ഒരു ഡിവൈഡഡ് എംപയറിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നു എന്നുള്ളത്.
അപ്പോൾ നമ്മുടെ മുന്നിൽ 3 മോഡൽസ് ഉണ്ട് മൈൻഡിനെ കുറിച്ച്. ആദ്യത്തത് പ്ലാറ്റോണിക് മോഡൽ. അതിനകത്ത് പറയുന്നത് എന്താണ്? റീസൺ ഈസ് ദ മാസ്റ്റർ ഓഫ് ദ പാഷൻസ്. രണ്ടാമത് ഹ്യൂമിയൻ മോഡലാണ്. അതിനകത്ത് ഡേവിഡ് ഹ്യൂം പറയുന്നത് എന്താണ്? റീസൺ ഈസ് ആൻഡ് ഓട്ട് ടു ബി ദ സെർവൻറ്റ് ഓഫ് ദ പാഷൻസ്. ഇനി മൂന്നാമത് ജെഫേഴ്സോണിയൻ മോഡൽ. അതിനകത്ത് ജെഫേഴ്സൺ പറയുന്നത് എന്താണ്? മൈൻഡ് ഇസ് എ ഡിവൈഡഡ് എംപയർ. അതിനകത്ത് ശാസ്ത്ര വിഷയങ്ങളിൽ യുക്തി അഭിപ്രായം പറയുന്നു, ധാർമ്മിക വിഷയങ്ങളിൽ ഇമോഷൻസ് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിനകത്ത് ഏതാണ് ശരിയായ മോഡൽ? നമ്മളതെങ്ങനെ അറിയും? നോക്കാം. പ്ലാറ്റോ ആണെങ്കിലും ഡേവിഡ് ഹ്യൂം ആണെങ്കിലും തോമസ് ജെഫേഴ്സൺ ആണെങ്കിലും മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത് ജീവജാലങ്ങളുടെ നിർമ്മിതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്യാതെയാണ്. ഏതാണ് ആ ടൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ഡാർവിൻ്റെ ഇഷ്ടവിഷയങ്ങളിൽ ഒന്നായിരുന്നു മൊറാലിറ്റി. ഡാർവിൻ ഒരു നേറ്റീവിസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ മൊറാലിറ്റി മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള ഗുണമാണ് എന്നാണ് ഡാർവിൻ വിശ്വസിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂവിന് സുഗന്ധം എന്നുള്ളതുപോലെ തേനിന് മാധുര്യം എന്നുള്ളതുപോലെ മനുഷ്യരുടെ സഹജമായിട്ടുള്ള ഗുണമാണ് മൊറാലിറ്റി എന്നാണ് ഡാർവിൻ ചിന്തിച്ചിരുന്നത്. ഉദാഹരണത്തിന് സിമ്പതി എന്ന് പറയുന്ന ഒരു ഇമോഷൻ, ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ സിമ്പതി എന്ന് പറയുന്ന ഇമോഷൻ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡാർവിൻ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ വികാരങ്ങളുടെ ആധാരശില എന്നുള്ള രീതിയിലാണ്. അതുപോലെ നമുക്ക് അഭിമാനബോധം, അപമാനബോധം, അങ്ങനെയുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ. കാരണം നമ്മളൊക്കെ ഒരു നല്ല പൗരനായിട്ട് അറിയപ്പെടാൻ, ഒരു നല്ല മനുഷ്യനായിട്ട് അറിയപ്പെടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ സെലക്ഷനിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മുടെ ധാർമ്മിക വികാരങ്ങൾ എന്നാണ് ഡാർവിൻ കരുതിയിരുന്നത്. നമുക്കൊക്കെ ഈ വികാരങ്ങൾ ജന്മനാ ഉണ്ടാകുന്നതാണ് എന്നായിരുന്നു ഡാർവിൻ്റെ വാദം. ഡാർവിൻ്റെ കാലം കഴിഞ്ഞ് ഹിറ്റ്ലറുടെ കാലം തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേറ്റിവിസം എന്ന് പറയുന്നത് ഒരു ചിന്താ കുറ്റമായി മാറി. ഹിറ്റ്ലർ ഒരു നേറ്റിവിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഐഡിയ ഹിറ്റ്ലർ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു. ഇപ്പോൾ തങ്ങളുടെ വംശം മറ്റു വംശങ്ങളെക്കാൾ ഫിറ്റ് ആണെന്നായിരുന്നു ഹിറ്റ്ലറും കൂട്ടരും കരുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ വംശം ബാക്കി വംശങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കണം, അധീശത്വം നേടണം എന്നുള്ളത് ഹിറ്റ്ലറും കൂട്ടരും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് എന്താണ് ഈ നേറ്റിവിസം എന്ന് പറയുന്നത് ഒരു ചിന്താകുറ്റമായി മാറി ആ ഒരു കാലഘട്ടത്തിൽ. അതൊരു ഫാലസിയാണ്. ഇപ്പം ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് എല്ലാ വെജിറ്റേറിയൻസും നാസികളാവോ? ഇല്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് നാറ്റിവിസം ഇഷ്ടം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു ഐഡിയ ഇമോഷണലി അപ്പീലിംഗ് ആയിട്ട് തോന്നും. പിന്നീട് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ശക്തി പ്രാപിച്ച റാഡിക്കൽ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സും നേറ്റിവിസത്തിനെ ഒരു ചിന്താകുറ്റമായി തന്നെ നിലനിർത്തി. ഈ റാഡിക്കൽ പൊളിറ്റീഷ്യൻസ് മനുഷ്യ മനസ്സിനെ ഒരു ബ്ലാങ്ക് സ്ലൈറ്റ് ആയി കാണാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രെയിം വർക്കിനകത്ത് ഇവർക്ക് ഇഷ്ടമുള്ള, ഇവർക്ക് താല്പര്യമുള്ള ഏത് ഉട്ടോപ്യൻ ലോകവീക്ഷണവും അവർക്ക് വരച്ചു ചേർക്കാം. ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് ബ്ലാങ്ക് സ്ലൈറ്റ് ആണെങ്കിൽ നമ്മളെല്ലാവരും തുല്യരാണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കുന്ന വംശീയമായിട്ടുള്ളതും ലിംഗപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും നമുക്ക് സോഷ്യൽ കണ്ടീഷനിങ്ങിൽ നമുക്ക് ആരോപിക്കാൻ പറ്റും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തെ ഉടച്ചു വാർക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതാവും എന്നും ഇവർക്ക് സങ്കല്പിച്ച് കൂട്ടാൻ പറ്റും. വളരെ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു സങ്കല്പമാണത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എവല്യൂഷൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുമാണ് പകർന്നു നൽകിയിട്ടുള്ളതെങ്കിൽ ചില പ്രൊഫഷൻസിലെങ്കിലും ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നിലനിൽക്കുന്ന അധികാരഘടനകളെ ജസ്റ്റിഫൈ ചെയ്യാൻ, നിലനിൽക്കുന്ന പവർ സ്ട്രക്ചേഴ്സിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നാറ്റിവിസം ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നാറ്റിവിസം തെറ്റായിരിക്കും എന്നാണ് ഈ റാഡിക്കൽ പൊളിറ്റീഷ്യൻസ് ചിന്തിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫാലസിയാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അപ്പോ ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, ഈ റാഡിക്കൽ പൊളിറ്റീഷ്യൻസിൽ അതില് ഒരു വിഭാഗം എന്താണ് നിർഭാഗ്യവശാൽ യുക്തിവാദികളായി തീർന്നിട്ടുണ്ട്. അവരും ഈ സത്യത്തിനേക്കാൾ ഇവരുടെ ഈ ഒരു പ്രോഗ്രസീവ് ഐഡിയൽസിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അവരാണ് ഈ എന്താ പറയാ, സ്ത്രീയും പുരുഷനും എല്ലാ അർത്ഥത്തിലും അവർ ബയോളജിക്കൽ ലെവലിലും ഈക്വൽ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന അങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്ന ബുദ്ധിജീവികളുണ്ട്. അപ്പൊ ഇതാണ് അവരുടെ പ്രശ്നം. ഈ സത്യത്തിനോടുള്ള പ്രതിപത്തിയല്ല അവർക്കുള്ളത്, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോടുള്ള പ്രതിപത്തിയാണ്. അവരവര് സ്വയം യുക്തിവാദികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതാണ് സംഭവം. സുപ്രസിദ്ധ കോഗ്നിറ്റീവ് സയന്റിസ്റ്റായ സ്റ്റീവൻ പിങ്കർ 2002 പബ്ലിഷ് ചെയ്ത ദ ബ്ലാങ്ക് സ്ലൈറ്റ് ദ മോഡേൺ ഡിനയൽ ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഈ പറയുന്ന റാഡിക്കൽ പൊളിറ്റീഷ്യൻസ്, അതിനകത്ത് കുറച്ച് സയന്റിസ്റ്റുകളും വരും, ഇവര് തങ്ങളുടെ പുരോഗമന ആശയങ്ങളോടുള്ള പ്രതിപത്തി മൂത്ത് എങ്ങനെയൊക്കെയാണ് ശാസ്ത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ പുസ്തകത്തിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇവരൊക്കെ മോറൽ എക്സിബിഷനിസ്റ്റുകളായി എന്നാണ് സ്റ്റീവൻ പിങ്കർ പറയുന്നത്. ഇവരൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ്, മേലെന്ന് നേരെ കെട്ടിയിറക്കിയുള്ള സാധനങ്ങളാണെന്നുള്ള രീതിയിൽ ഇവർ പെരുമാറുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവരുടെ പ്രവർത്തകരുടെ നേർക്ക് ഇവര് ചെളിവാരി അറിയുന്നുണ്ട്. അവരൊക്കെ ലോലി ക്രീച്ചേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് ഇവര് സംസാരിച്ചിരുന്നത്, പെരുമാറിയിരുന്നത്. മാത്രമല്ല ഈ ആശയങ്ങളെ അവയുടെ മെറിറ്റ്സ് നോക്കിയിട്ടല്ല, മറിച്ച് തങ്ങളുടെ പുരോഗമന ആശയങ്ങളുമായി അവ എന്തുമാത്രം ഒത്തുചേർന്ന് പോകുന്നു എന്നതിന്റെ ബേസിലാണ് അവ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ് ഇവരുടെ സ്റ്റുഡൻസിന് കൈമാറിയിരുന്നത്. സയന്റിസ്റ്റുകളുടെ ഈ ഒരു റാഡിക്കൽ സ്വഭാവം അത് ഏറ്റവും അധികം വെളിപ്പെട്ടത് ഇവർ പ്രമുഖ ഹാർവാർഡ് ബയോളജിസ്റ്റ് ആയിരുന്ന എഡ്വേർഡ് ഒ വിൽസണ് നേരെ നടത്തിയിട്ടുള്ള അറ്റാക്കുകളിലൂടെയാണ്. 1975 ഇഒ വിൽസൺ പബ്ലിഷ് ചെയ്ത സോഷ്യോ ബയോളജി ദ ന്യൂ സിന്തസിസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നാച്ചുറൽ സെലക്ഷൻ എങ്ങനെയൊക്കെയാണ് ജീവജാലങ്ങളുടെ ശരീരങ്ങൾക്കൊപ്പം അവയുടെ മനസ്സുകളും രൂപകൽപ്പന ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിനകത്ത് മനുഷ്യ മനസ്സുകളും എങ്ങനെയാണ് എവല്യൂഷൻ ഷേപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് ഇഒ വിൽസൺ വിശദീകരിക്കുന്നുണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവര് സാധ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ഇഒ വിൽസൺ അറ്റാക്ക് ചെയ്തു. അത് പ്രിന്റ് കൂടെ ആയാലും മീഡിയ കൂടെ ആയാലും എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാം അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തു. അദ്ദേഹത്തിനെ ഫാഷിസ്റ്റ് എന്ന് വിളിച്ചു, റേസിസ്റ്റ് എന്ന് വിളിച്ചു. ഇദ്ദേഹം എവിടെയൊക്കെ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പോവുകയാണോ അവിടെയൊക്കെ ഇവര് പ്രതിഷേധങ്ങളായിട്ട് വന്നു. ഈവൻ ഒരു സ്റ്റേജിൽ ഇദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ടോക്ക് നടത്തുന്നതിൻ്റെ ഇടയിൽ ഇവര് സ്റ്റേജിലേക്ക് ഇരച്ചു കയറി വന്നു. എന്നിട്ട് ഇവർ പറഞ്ഞു, റേസിസ്റ്റ് വിൽസൺ, യു കാൻ ഹൈഡ്, വി ചാർജ് യു വിത്ത് ജനസൈഡ്. അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിലാണ് ഈ സയന്റിസ്റ്റുകൾ, ഈ റാഡിക്കൽ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ ഇഒ വിൽസനെ നേരിട്ടത്. ഇഒ വിൽസനെ എന്ന് മാത്രമല്ല, ഈ നേറ്റീവിസം വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ മുന്നോട്ട് വന്നിട്ടുള്ള സയന്റിസ്റ്റുകളെ അവിടെ നിന്ന് അങ്ങോട്ടും. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഇഒ വിൽസൺ ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ധാർമ്മികതയെക്കുറിച്ചുള്ള പഠനം അത് ഫിലോസഫേഴ്സിന്റെ കയ്യിൽ നിന്ന് സയന്റിസ്റ്റുകൾ ഏറ്റെടുക്കുന്നു. എവല്യൂഷൻ എന്ന് പറയുന്ന തിയറിയുടെ ബേസിൽ അതൊക്കെ വിശദീകരിക്കപ്പെടുന്നു. ഈ രീതിയിൽ ഫിലോസഫിയും ബയോളജിയും എവല്യൂഷനും തമ്മിൽ നടക്കുന്ന ഒരു കൂടിച്ചേരലിനെയാണ് ഇഒ വിൽസൺ ദ ന്യൂ സിന്തസിസ് എന്ന് വിളിച്ചത്. ഇതിനെ പിന്നീട് അദ്ദേഹം കൺസീലിയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, ജമ്പിങ് ടുഗദർ ഓഫ് ഐഡിയാസ് എന്നുള്ള അർത്ഥത്തിൽ. ആ പേരിൽ അദ്ദേഹം ഒരു പുസ്തകവും എഴുതുന്നുണ്ട്. അധികാര കസേരകളെ ഇളക്കി മറിക്കുന്നവരാണല്ലോ പ്രവാചകന്മാർ, അധികാരി വംശത്തെ വിറളി പിടിപ്പിക്കുന്നവരാണവർ. മോറൽ സൈക്കോളജിയുടെ പ്രവാചകനായി നമുക്ക് വേണമെങ്കിൽ ഇഒ വിൽസനെ വിശേഷിപ്പിക്കാം. കാരണം അദ്ദേഹത്തിന്റെ പ്രവചനം ശരിയായി വന്നു. ഇന്ന് ഈ പറയുന്ന റാഡിക്കൽ സയന്റിസ്റ്റുകൾ പോലും, റാഡിക്കൽ പൊളിറ്റിക്സിനോട് പ്രതിപത്തിയുള്ള സയന്റിസ്റ്റുകൾ പോലും ജെൻഡർ വിഷയത്തിലൊഴികെ എവല്യൂഷണറി സൈക്കോളജി അഥവാ സോഷ്യോ ബയോളജിനെ അംഗീകരിക്കുന്നവരാണ്. KP അരവിന്ദമാഷിനെ പോലെയുള്ള ആളുകളുണ്ട്, അവർ എവല്യൂഷണറി സൈക്കോളജിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നവരാണ്. ഇവരൊക്കെ
അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരുടെ ഇടയിൽ പരിഹാസപാത്രമാവുകയാണ് ചെയ്യുന്നത് ശരിക്കും.